ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ദൈവരാജ്യത്തെ ഉപമകളായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ അത്തിയുടെ ഉപമ പറയുന്നത്. 32-ാം വാക്യം, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. ഒരു ഉപമ അത്തിയെ നോക്കി പറഞ്ഞു. കർത്താവ് നോഹയുടെ കാലത്തെപ്പറ്റി പറയുന്നതാണ്. 32 മുതൽ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നോഹയുടെ കാലത്തെപ്പറ്റി പറയുകയാണ്. 36-ാം വാക്യത്തിൽ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവൻ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞില്ല. മനുഷ്യൻ്റെ പുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാവും. അത് കൃത്യമായി അവിടെ പറയുകയാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ അന്നും പ്രസംഗിച്ചിട്ട് നോഹ വല്യപ്പനോ അല്ലെങ്കിൽ അന്ന് പ്രസംഗിച്ചവർക്കോ യാതൊരു മാറ്റവും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ഇന്നും അങ്ങനെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സുവിശേഷത്തെ കാണുന്നത്. അതുകൊണ്ട് സുവിശേഷം നമ്മൾ കൊടുക്കുവാനായിട്ട് സാധിക്കണം. ലോകത്തിൽ കർത്താവിൻ്റെ സദ്വാർത്ത സുവിശേഷം, യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള സുവിശേഷവും പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് പുത്രനിലൂടെ ലഭിച്ചതും ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലോകമെമ്പാടും കൊടുക്കുവാൻ ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി സുവിശേഷത്തിൽ ആസ്പദമാക്കി ജീവിക്കുവാൻ ഈ വചനം ഏവർക്കും ശക്തി നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവ് ഈ വചനം കണ്ട കേട്ട എല്ലാവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ, അത് സുവിശേഷം ലോകത്തിന് കൊടുക്കുവാൻ, ഞങ്ങൾ സുവിശേഷത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് മുൻപോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിച്ചു കൊള്ളണം, കൃപയിൽ നിലനിർത്തിക്കൊള്ളണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.